എല്ലാവർക്കും നമസ്കാരം. ക്രിയേറ്റീവ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് അതിൽ ലെസൺ 3 ആണ്. ഹൗ ടു എസ്കേപ്പ് ഫ്രം ദ ഇൻ്റലക്ച്വൽ റബിഷ്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. സർ ബെർട്രൻഡ് റസൽ അതാണ് ഈ ഒരു ലെസൻ്റെ ഓതർ. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. Sir Bertrand Russell was a British philosopher, logician, essayist, and social critic. He is best known for his works in mathematical logic and analytical philosophy. സർ ബെർട്രൻഡ് റസൽ എന്ന് പറയുന്ന ഈ ഓതർ ഒരു ബ്രിട്ടീഷ് ഫിലോസഫർ ആണ്, അതുപോലെ ലോജീഷ്യൻ ആണ്, എസ്സേയിസ്റ്റ് ആണ്, കൂടാതെ അദ്ദേഹം ഒരു സോഷ്യൽ ക്രിട്ടിക് കൂടെ ആയിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പോപ്പുലറായിട്ട് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കുകളായ മാത്തമാറ്റിക്കൽ ലോജിക്ക്, അതേപോലെ തന്നെ അനലൈറ്റിക്കൽ ഫിലോസഫി, ഈ രണ്ട് വർക്ക്സിൻ്റെ പേരിലാണ് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. He became determined early in life not to be beguiled by human pretensions to knowledge or by unbacked assumptions either about the foundations of knowledge or about what may be said to exist. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരുപാട് ഭാവഭേദങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് മനുഷ്യരുടെ ജീവിതം. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ലൈഫ് എങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹം ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. അതായത് മറ്റുള്ളവരുടെ ഭാവനകൾക്ക് അനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതമാകരുത് നമ്മുടേത്. നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം നൽകി നമ്മളുടെ ജീവിതം ജീവിച്ചാൽ അതൊരു സക്സസ് ആയിട്ടുള്ള ഒരു ജീവിതം ആയിരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Thus, one of his primary aim was to inquire with skeptical and parsimonious intent how much we can be said to know and with what degree of certainty or doubtfulness. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത് ആണ് എന്തിനെക്കുറിച്ച് അന്വേഷിക്കലാണ്, അതായത് സ്കെപ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ എന്താണ്, ഓരോ കാര്യത്തെയും നമ്മൾ സമീപിക്കണം എന്താണ്, അതിനൊരു സംശയാസ്പദമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് അന്വേഷിച്ചറിയുക. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ മിതമായ രീതിയിലുള്ള ചെറിയ ഉദ്ദേശങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. Along with G.E. Murray, Russell is recognized as one of the founder of analytical philosophy. He is also credited with being one of the two most important logicians of the 20th century. G.E. Murray എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടി റസൽ ആരായിട്ട് അറിയപ്പെടാൻ തുടങ്ങി, അനലൈറ്റിക്കൽ ഫിലോസഫിയുടെ ഫൗണ്ടറായിട്ട് അറിയാൻ തുടങ്ങി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 20th സെഞ്ചുറിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലോജീഷ്യൻസ് ആയിരുന്നു ആരൊക്കെ, G.E. Murray ആൻഡ് റസൽ. After a life marked by controversy, including dismissals from both Trinity College, Cambridge and City College, New York, Russell was awarded the Order of Merit in 1949 and the Nobel Prize for Literature in 1950. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അധികവും എന്താണ്, ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്ന ഒരു ജീവിതമായിരുന്നു. ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന്, വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, ഡിസ്മിസൽസ് ഫ്രം ട്രിനിറ്റി കോളേജ്, കാംബ്രിഡ്ജ് ആൻഡ് സിറ്റി കോളേജ്, ന്യൂയോർക്കിലുള്ള സിറ്റി കോളേജ്, ഇതിൽ നിന്നൊക്കെയുള്ള ഡിസ്മിസൽ ഒരുപാട് വിവാദങ്ങൾക്ക് ഇടം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ റസലിന് എന്താണ്, ഓർഡർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്ന ഒരു അവാർഡ്
കിട്ടുകയുണ്ടായി 1949. അതേസമയം തന്നെ 1950 അദ്ദേഹത്തിന് ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസും ലഭിക്കുകയുണ്ടായി. Also noted for many spirited anti-war and anti-nuclear protests, Russell remained as the prominent public figure till he died 97 years old. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആന്റി വാർ, അതേപോലെ തന്നെ ആന്റി ന്യൂക്ലിയർ പ്രൊട്ടക്സ്റ്റുകൾ, ഇതിലൊക്കെ റസലിന് ഇതിലൊക്കെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ 97ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സമ്മറിയിലേക്ക് കടക്കാം. To avoid the various foolish opinions to which mankind are prone, no superhuman genius is required. A few simple rules will keep you not from all errors but some silly errors. അപ്പോൾ ഇവിടെ അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഫൂളിഷ്നെസ്, ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമുക്ക് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആ ഫൂളിഷ്നെസ്സിനെ ഒഴിവാക്കാനായിട്ട്, ആ മണ്ടത്തരങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇനിയിപ്പോ അത്ര ബുദ്ധിയുള്ള ജീനിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ചെറിയ ചെറിയ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ ഫൂളിഷ്നെസ്സുകളൊക്കെ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. If the matter was one that can be settled by observation, make the observation yourself. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ചെറിയ ചെറിയ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തിൽ സംഭവിച്ചേക്കാവുന്ന ഫൂളിഷ്നെസ്സുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ ഏതൊരു കാര്യത്തെ സമീപിക്കുമ്പോഴും എന്ത് ചെയ്യണം, നല്ല പോലെ ഒബ്സർവ് ചെയ്യണം, നല്ല പോലെ നിരീക്ഷിച്ച് അതിൻ്റെ അടിസ്ഥാന വസ്തുതകളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു ഫൂളിഷ്നെസ് ഒന്നും സംഭവിക്കാതെ നമുക്ക് പൂർണ്ണമായിട്ടൊരു സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. Aristotle could have avoided the mistake of thinking that women have fewer teeth than men by a simple device of asking Mrs. Aristotle to keep her mouth open while he counted. He did not do so because he thought that he knew. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താ വെച്ചാൽ, അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിന്റെ ഒരു തിങ്കിങ്ങിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്ര പല്ലുകളില്ല, സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്ര പല്ലുകളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അപ്പോൾ എന്താണ് പറയുന്നത്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വായിലുള്ള പല്ലുകൾ എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ്, അത് അദ്ദേഹം ശരിയാണെന്ന രീതിയിലാണ് അദ്ദേഹം അത് വിശ്വസിച്ചിരിക്കുന്നത്. Thinking that you know when in fact you don't is a factual mistake to which we are all prone. I believed myself that hedgehogs eat black beetles because I have been told that they do, but if I were writing a book on the habit of hedgehogs, I should not commit myself until I had seen one enjoying this unappetizing diet. Aristotle, however, was less cautious. അപ്പോൾ ഇവിടെ അരിസ്റ്റോട്ടിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ മുള്ളൻ പന്നികൾ കറുത്ത വണ്ടുകളെ തിന്നും എന്ന് അദ്ദേഹം എവിടെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സത്യം എന്താണെന്നുള്ളത്, ശരിക്കും എന്താണ് അങ്ങനെ തിന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയില്ല. കാരണം അദ്ദേഹം അത് കേട്ടിട്ടുള്ള കാര്യമാണ്. അത് സത്യമാണോ എന്ന് പൂർണ്ണമായിട്ടും അദ്ദേഹം അത് അന്വേഷിച്ചറിഞ്ഞിട്ടില്ല.
പക്ഷെ അദ്ദേഹം വിശ്വസിക്കുന്നത് മുള്ളൻ പന്നികള് കറുത്ത വണ്ടുകളെ തിന്നുമെന്ന് അദ്ദേഹത്തിന്റെ ആ കേട്ടറിവിലൂടെ അദ്ദേഹം വിശ്വസിക്കുന്നു. പറയുന്നു, ഞാൻ മുള്ളൻ പന്നികളെ കുറിച്ച് ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ ഒരിക്കലും അതില് മുള്ളൻ പന്നികള് അതായത് കറുത്ത വണ്ടുകളെ തിന്നുമെന്ന് ഞാൻ എഴുതില്ല. കാരണം ആ ഒരു വസ്തുതയെക്കുറിച്ച് പൂർണ്ണമായിട്ടും എനിക്ക് അറിവില്ലാത്തിടത്തോളം കാലം ഞാൻ ഒരിക്കലും അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. Ancient and medieval authors knew all about unicorns and salamanders. Not one of them thought it necessary to avoid dogmatic statements about them because he had never seen one of them. എന്താണെന്ന് വെച്ചാല് നമ്മുടെ പുരാതന ശിലായുഗത്തിലും അതേപോലെ തന്നെ നമ്മുടെ മിഡീവിയൽ പീരീഡിലൊക്കെ ഒരുപാട് എഴുതിയിരുന്ന ഓതേഴ്സ് എന്താണ് യൂണിക്കോണിനെ കുറിച്ചും അതേപോലെ തന്നെ സൽമാൻഡേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ ഒറ്റക്കൊമ്പുള്ള ഒരു സാങ്കല്പിക ജീവിയാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ സൽമാൻഡേഴ്സ് എന്ന് പറയുന്നത് തീയിലൊക്കെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവി. ഇതിനെക്കുറിച്ചൊക്കെ ഈ യോധേഴ്സും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ ആരും അവയെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ എന്താണ് ആ പറഞ്ഞു കേട്ട അറിവിൽ നമ്മളത് വിശ്വസിക്കുന്നു. Many matters, however, are less easily brought to the test of experience. If, like most of mankind, you have passionate convictions on many such matters, there are ways in which you can make yourself aware of your own bias. അപ്പൊ എന്താണ് നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ ആശയങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ഏതൊരു ആശയം ഒരാളോട് നമ്മൾ പറയുകയാണെങ്കിലും എന്താണ് പിന്നെ നമ്മൾ ഏതൊരാശയം പറയുകയാണെങ്കിലും നമ്മൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വസ്തുതകൾ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരാളോട് ഈ കാര്യം പറയാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ലെങ്കിൽ നമ്മൾക്ക് പൂർണ്ണമായിട്ടും ആ കാര്യം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ആർഗ്യൂ ചെയ്യാൻ നിന്നാൽ എന്താണ് നമുക്കതൊരിക്കലും വിജയിക്കാനായിട്ട് സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. If an opinion contrary to your own makes you angry, that is a sign that you are subconsciously aware of having no good reason for thinking as you do. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കാര്യം നമ്മുടെ സുഹൃത്തിനോട് പറയുകയാണ്, അതെങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആ സുഹൃത്ത് പറയാണ്, ഇല്ല നീ പറയുന്ന കാര്യം തെറ്റാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ദേഷ്യം വരുന്നു. അങ്ങനെ ദേഷ്യം വരാനുള്ള ഒരു കാരണം ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടുള്ള അറിവില്ല എന്നതുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പൂർണ്ണമായി നമ്മൾ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് ഒരു ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് അത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. If someone maintains that 2 and 2 are 5 or that Iceland is on the equator, you feel pity rather than anger unless you know so little of arithmetic or geography that his opinion shakes your own contrary conviction. The most savage controversies are those about matters as to which there is no good evidence either way. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത് 2 കൂടെ കൂട്ടിയാൽ 5 ആണ്. അതേപോലെ ഐസ്ലൻഡ് ഭൂമധ്യരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? അയാളോട് ദേഷ്യം തോന്നാറില്ല. ദേഷ്യം തോന്നുന്നതിന് പകരം അയാളോട് ദയവാണ് തോന്നുക. കാരണം എന്താണ്? അയാൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ ഒരറിവുമില്ല. അയാൾ ഈ കാര്യങ്ങളെ കുറിച്ച് അജ്ഞനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ എന്താ പറയുക ആർഗ്യുമെന്റ്സുകൾ, ഇങ്ങനെ നമ്മൾ ഓരോരോ ഒപ്പീനിയൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു എവിഡൻസ് ഇല്ലാതെയാണ് നമ്മൾ പറയുന്നത് കൊണ്ടാണ്, ഒരു എവിഡൻസും ഇല്ലാതെ പറയുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ ഇങ്ങനെ കൺഫ്യൂഷൻസ് വരുന്നത്. ഇത് അങ്ങനെയാണോ ഇത് ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരുമ്പോഴാണ് അവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ആ ഒരു ആശയത്തെക്കുറിച്ച് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. Persecution is used in theology, not in arithmetic, because in arithmetic there is knowledge, but in theology there is only
ഒപ്പീനിയൻ. ഇവിടെ തിയോളജിയെയും അതേപോലെ തന്നെ മാത്തമാറ്റിക്സിനെയും കുറിച്ച് പറയുന്നുണ്ട്. തിയോളജി എന്ന് പറയുമ്പോൾ എന്താണ്? തിയോളജി എന്ന് പറയുമ്പോൾ അതൊരു കോൺസെപ്റ്റ് ആണ്. അത് ഒരു മനുഷ്യൻ ഒരു കോൺസെപ്റ്റ്, ഒരു ആശയം മാത്രമാണ്. പക്ഷെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു നോളജ് ആണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു നോളജ്. പണ്ട് മുതൽ നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ കൂടെ, നമ്മുടെ ജീവിതത്തിനോട് ചേർന്ന് നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും വളരുന്ന ആ ഒരു അറിവാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. So, whenever you find yourself getting angry about a difference of opinion, so on your guard, you will probably find on examination that your belief is going beyond that the evidence warrant. അപ്പം എന്താണ്, നമ്മൾ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് മറ്റുള്ളവർ പറയുന്ന ഒപ്പീനിയൻ, നമ്മൾ മറ്റുള്ളവരോട് ഒരു കാര്യം പറയുമ്പോൾ ആ ഒപ്പീനിയനെ അവർ എതിർക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ദേഷ്യം വരികയും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ കാര്യം കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ അറിവുകൾ നമുക്കെല്ലാം അറിയാം. പക്ഷെ നമ്മളുടെ അറിവുകളൊക്കെ എന്താണ്? നമ്മൾ പറയുന്ന ആ കോൺസെപ്റ്റ്, എവിഡൻസ് അതാണ് ശരി, അല്ലാതെ അതിന്റെ മേലേക്ക് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഓരോ മനുഷ്യരും എന്നാണ് അദ്ദേഹം പറയുന്നത്. A good way of ridding yourself of certain kinds of dogmatism is to become aware of opinions held in social circles different from your own. When I was young, I lived much outside my own country in France, Germany, Italy, and the United States. I found this very profitable in diminishing the intensity of insular prejudice. അപ്പോൾ ഇവിടെ ഓതർ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് എന്താണ്, നമ്മൾ ജനിച്ചു വളർന്ന ആ സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം? നമുക്കൊരാളോട് തർക്കിക്കാം. കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യത്തെ കുറിച്ചും അല്ലെ ആ ഒരു നാടിനെ കുറിച്ചും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ ഓതർ എവിടെയാണ്? അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതൽ തന്നെ എവിടെയായിരുന്നു? ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, അതേപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അവിടെയൊക്കെയായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ജർമ്മനി അങ്ങനെയാണ്, ഇറ്റലി ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് പ്രെജുഡിസ് ചെയ്യാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ഇത് ഇങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്. കാരണം അദ്ദേഹം അവിടെ ജനിച്ചു വളർന്ന് അവിടെ ജീവിച്ച ഒരു മനുഷ്യനായതുകൊണ്ട് ആ ഒരു പ്രകൃതിയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കും. If you cannot travel, seek out people with whom you disagree and read a newspaper belonging to a party that is not yours. If the people and the newspapers seem mad, preserve and wicked, remind yourself that you seem so to them. In this opinion, both parties may be right, but they cannot both be wrong. This reflection should generate a certain caution. അതേപോലെ തന്നെ നമ്മുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് വേറൊരാൾ ആശയം പറയാനായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് വേറൊരാളുടെ ആശയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളത് വിട്ടേക്കുക. പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോകാതെ മറ്റ് ആശയങ്ങൾ തേടി പോവുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് കേൾക്കുന്നവർക്ക് എന്തായിരിക്കും? ഇതെന്തൊരു ഭ്രാന്തൻ ചിന്തയാണ് എന്നൊക്കെ തോന്നാം. പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന ആശയം നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഉള്ളത്. Becoming aware of foreign customs, however, does not always have a beneficial effect. In the 17th century, when the Manchus conquered China, it was the custom among the Chinese for the women to have small feet, and among the Manchus for the men to wear pigtails. Instead of coach dropping their own foolish custom, they each adopted the foolish custom of the other, and the Chinese continued to wear pigtails until they shook off the dominion of the Manchus in the revolution of 1911. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫോറിൻ കസ്റ്റംസും അവിടുത്തെ ബെനിഫിഷ്യൽ എഫക്റ്റും ഒക്കെ എന്താണ്? നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും നമുക്ക് നല്ലത് തരില്ല എന്നാണ് അദ്ദേഹം
പറയുന്നത്. കാരണം 17th സെഞ്ച്വറിയിൽ മഞ്ജൂസും ചൈനയും തമ്മിലുണ്ടായ ഒരു കോൺകർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ചൈനയിലെ സ്ത്രീകള് സ്മോൾ ഫീറ്റ്, ചെറിയ പാദങ്ങളായിട്ടായിരുന്നു, അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. അതേപോലെ തന്നെ മഞ്ജൂസിലെ പുരുഷന്മാരാണെങ്കിലോ പിക്ടൈൽസ് ധരിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. അപ്പൊ ഈ ഒരു ആചാരം എന്ന് പറയുന്നത് ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ആചാരമാണ്. അപ്പൊ ഈ ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഈ ആചാരത്തെ നിരോധിക്കുന്നതിന് പകരം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ ആചാരത്തെ അതേപോലെ തന്നെ പിന്തുടർന്നു പോന്നു. അതായത് 1911 മഞ്ജൂസിൽ ഉണ്ടായ റെവല്യൂഷൻ വരെയും എന്ത് സംഭവിച്ചു, ഇതേ ആചാരം തന്നെ തുടർന്നുകൊണ്ട് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. For those who have enough psychological imagination, it is a good plan to imagine an argument with a person having a different bias. This has one advantage, only one, as compared with the actual conversation with the opponents. This one advantage is that the method is not subject to the same limitations of time or space. പിന്നെ ഇനി അടുത്തത് അദ്ദേഹം പറയുന്നത് സൈക്കോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ചാണ്. ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എല്ലാ മനുഷ്യരിലും ഉണ്ട് ഓരോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമാജിനേഷൻ പവർ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരാളോട് ആർഗ്യൂ ചെയ്യണം, നമുക്ക് ഒരാളോട് ആ കോൺസെപ്റ്റിനെ കുറിച്ച്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ കോൺസെപ്റ്റുകളെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ആർഗ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമാജിനേഷനിൽ ചെയ്യുക. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ നമ്മളോട് ആർഗ്യൂ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട്, ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മളെ ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്ന പറയുന്നത്, നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ആർഗ്യൂ ചെയ്യാനും, അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും, നമ്മൾ അങ്ങോട്ട് പറയുന്ന ആ ആർഗ്യുമെന്റിന് അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് തന്നെ ഇമാജിൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആർഗ്യുമെന്റ് നടക്കാം. അതേപോലെ തന്നെ എന്താണ്, ഇതിന് യാതൊരു ലിമിറ്റേഷൻസ് ഇല്ല, ടൈം ലിമിറ്റേഷൻസ്, അതേപോലെ തന്നെ സ്പേസ് ലിമിറ്റേഷൻസ് ഒന്നും തന്നെ ഇല്ല, ഒരു സബ്ജക്റ്റ് ലിമിറ്റേഷൻ ഇല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യാം. അപ്പൊ ഈ ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമാജിനേഷനിൽ ആർഗ്യുമെന്റ് നടത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാത്മാഗാന്ധി ഡിപ്ലോർസ് റെയിൽവേസ് ആൻഡ് steamboat and machinery. He would like to undo the whole of the industrial revolution. You may never have an opportunity of actually meeting anyone who holds this opinion. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി, അതായത് റെയിൽവേയും അതേപോലെ സ്റ്റീം ബോട്ട്, മെഷീനറി, ഇതിന്റെയൊക്കെ കണ്ടുപിടുത്തങ്ങളുടെ സമയത്ത്, അതേപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ സമയത്തൊക്കെ മഹാത്മാഗാന്ധി ഇതിനെയൊക്കെ ഡിപ്ലോർ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഉള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റീസ്, അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു സമയത്ത് നമുക്ക് അതിനോട്, ആ ഒരു കോൺസെപ്റ്റിനോട് യോജിക്കാൻ കഴിയോ ഇല്ലയോ, അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അദ്ദേഹം എന്താണ്, ആ ഒരു ഇതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ആളായിരുന്നു എന്ന് പറയുന്നു. Because in Western countries, most people take the advantage of modern techniques for granted. അപ്പൊ എന്താണ്, വെസ്റ്റേൺ കൺട്രീസിലുള്ള അധികം ആൾക്കാരും എന്താണ്, മോഡേൺ ടെക്നിക്സുകളുടെ നല്ല വശങ്ങൾ മോഡേൺ ടെക്നിക്സുകൾ അധികമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരും, അതേപോലെ തന്നെ അതിന്റെ നല്ല വശങ്ങളെ സ്വീകരിക്കുന്ന ആൾക്കാരും ആണ്. But if you want to make sure that you are right in agreeing with the prevailing opinion, you will find it a good plan to test the arguments that occur to you by considering what Gandhi might say the refutation of them. അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് ഈ ആശയങ്ങളോടൊക്കെ, ഈ ഒരു ഒപ്പീനിയനിനെയൊക്കെ എന്താണ് പ്രിവെയിൽ ചെയ്യാം. കാരണം അതിന് നമുക്ക് ആ ഒരു ഒപ്പീനിയനോടൊക്കെ അഗ്രി ചെയ്യാം. കാരണം എന്താണ്, ഗാന്ധിജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്താണ്, സത്യത്തിന്റെ ഭാഗത്ത് മാത്രം ചിന്തിക്കുന്ന ഒരാളും വളരെ നല്ല രീതിയിൽ ചിന്തയുള്ള ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പിന്തുടരാം എന്നാണ് പറയുന്നത്. I have sometimes been led actually to change my mind as a result of this kind of imaginary dialogue and short of this.
I have frequently found myself growing less dogmatic and cocksure or realizing the possible reasonableness of a hypothetical opponent. അപ്പൊ എന്താണ് നമ്മുടെ ഒരു കാര്യം, പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറയാനായിട്ട് തോന്നും. പക്ഷെ എന്താണ് നമുക്ക് നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ തെളിവുകളില്ലാതെ നമുക്ക് സംസാരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ആർഗ്യുമെന്റുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് തെളിവുകൾ ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. Be very wary of opinions that flatter your self-esteem. Both men and women, 9 times out of 10, are firmly convinced of the superior excellence of their own sex. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പുകഴ്ത്തുന്ന ആൾക്കാരെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാര് ആരാണെങ്കിലും അത് നമുക്ക് പിന്നീട് നമ്മൾക്ക് എതിരായിട്ട് സംസാരിക്കാനും എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനും അവർ ശ്രമിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ എന്താ ചിന്തിക്കുക, അവരാണ് എന്നെ കഴിഞ്ഞും വലുത് അവരാണോ, അല്ലെങ്കിൽ അവരെ കഴിഞ്ഞും വലുത് ഞാനാണോ, അല്ലെങ്കിൽ ഞാനാണോ ഏറ്റവും വലുത്, അങ്ങനെ ഓരോരോ ചിന്തകൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാവാറുണ്ട്, ഓരോരോ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താണ്, ഇപ്പൊ ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അവരാണ് വലുത് ഇവരാണ് വലുത് അങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. There is abundant evidence on both sides. ഇതിന് അവർ രണ്ട് സൈഡിൽ എന്താണ് ഒരുപാട് എവിഡൻസുകൾ ഉണ്ട്. If you are a man, you can point out that most poet and men of science are male. If you are a woman, you can retort that so are most criminals. ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ എന്താ ചിന്തിക്കുക, പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ പോയറ്റുകളും അതേപോലെ തന്നെ സയന്റിസ്റ്റുകളും ഒക്കെ ഉള്ളത്, അങ്ങനെ ചിന്തിക്കും. സ്ത്രീകളാണെങ്കിൽ എന്താണ്, അവരിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഉള്ളത്, അങ്ങനെ ചിന്തിക്കും. അങ്ങനെ അവർക്ക് അവരുടേതായ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഒരുപാട് എവിഡൻസുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. The question is inherently insoluble, but self-esteem conceals this from most people. ഇപ്പൊ എന്താണ് ഇത് ഒരു സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ആത്മാഭിമാനം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ആത്മാഭിമാനം മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ആത്മാഭിമാനം അടിയറവ് പറയരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. Here all whatever part of the world we come from, persuaded that your own nation is superior to all others. എന്താണ്, നമ്മുടെ ഈ വേൾഡിലെ ഒരു ചെറിയൊരു പാർട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ കഴിഞ്ഞും സുപ്പീരിയർ ആണ്, അങ്ങനെയുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഉള്ളത്. Seeing that each nation has its characteristic merits and demerits, we adjust our standard of values so as to make out of the merit possessed by our nation are the really important one, while its demerits are comparatively trivial. അപ്പൊ എന്താണ്, ഓരോരോ രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഡിമെറിറ്റ്സുകളും നന്മയും ഉണ്ടാകും, അതേപോലെ തന്നെ തിന്മയും ഉണ്ടാകും. അപ്പൊ ഈ ഒരു കോൺട്രഡിക്ഷനോട് നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് നല്ല വാല്യൂസിനെ മാത്രം നമ്മൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മൾക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. Here again the rational man will admit that the question is one to which there is no demonstrably right answer. It is more difficult to deal with the self-esteem of man and man, because we cannot argue out the matter with some non-human mind. The only I know of dealing with this general human concept to remind ourselves that man is a brief episode in the life of a small planet. അപ്പൊ എന്താണ്, നമ്മൾ ഈ ഒരു ഭൂമിയിൽ ഈ ഒരു പ്രപഞ്ചത്തിലെ
ഈ ഒരു ചെറിയൊരു പ്ലാനറ്റിലെ ഒരു ജീവി മാത്രമാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലാനറ്റിൽ ഈ ഒരു നമ്മുടേതായ ആശയങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കാതെ എന്ത് ചെയ്യുക, നമ്മുടെ ആശയങ്ങളിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. പക്ഷേ നമുക്കതിന് പൂർണ്ണമായിട്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളൂ. മറ്റുള്ളവരുടെ ആശയങ്ങളെ നമുക്ക് കടമെടുക്കാം, പക്ഷേ അതിലെ നല്ലതും ചീത്തയും എന്താണെന്ന് കണ്ടറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിന് മുതിരാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. Man is a brief episode in the life of a small planet in a little corner of the universe, and that you ought we know other part of the cosmos we contain begins as superior to ourselves as we are to jellyfish. അപ്പം എന്താണ്, നമ്മൾ ഈ ഒരു ചെറിയൊരു പ്രപഞ്ചത്തിലെ ഈ ഒരു ചെറിയൊരു പ്ലാനറ്റിൽ താമസിക്കുന്ന നമുക്ക് ചിലപ്പം എന്താണ് നമുക്ക് നമ്മളെ കഴിഞ്ഞും വലുതായിട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു ജെല്ലി ഫിഷിനെ കാണുമ്പോൾ പോലും അത് നമ്മളെ കഴിഞ്ഞും വലുതാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നു. അതർ പേഷൻസ് ബിസൈഡ് സെൽഫ് എസ്റ്റീം ആർ കോമൺ സോഴ്സ് ഓഫ് എറർ. അപ്പൊ എന്താണ് അത് എന്താണ് ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാഭിമാനം എന്താണ്, അതൊരു കോമൺ സോഴ്സ് ഓഫ് എറർ ആണെന്ന് അദ്ദേഹം പറയുന്നു. ഓഫ് ദീസ് പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഫിയർ. അപ്പോൾ നമ്മുടെ ഈ ഒരു തെറ്റുകൾ, ഓരോരോ മനുഷ്യന് സംഭവിക്കുന്ന ഓരോരോ തെറ്റുകൾ സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാരണം ഭയമാണെന്ന് പറയുന്നു. ഫിയർ സംടൈംസ് ഓപ്പറേറ്റ് ഡയറക്ട്ലി ബട്ട് ഇൻവെന്റിംഗ് റൂമേഴ്സ് ഓഫ് ഡിസാസ്റ്റർ ഇൻ wartime or by imagine object of terror such as ghost. Sometimes it operate indirectly by creating belief in something comforting such as the elixir of life or heaven for ourselves and hell for our enemies. അപ്പോൾ എന്താണ് ഫിയർ എന്ന് പറയുന്നത്, ഭയം പല രീതിയിലാണ്, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അത് പല രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതെങ്ങനെയാണ്? ഇൻവെന്റിങ് റൂമേഴ്സ് ഓഫ് ഡിസാസ്റ്റർ ഇൻ വാർ ടൈം, അതായത് വാർ ടൈമിൽ ഉണ്ടാവുന്ന ഒരുപാട് റൂമറുകൾ, ഡിസാസ്റ്ററുകൾ, അതേപോലെ തന്നെ എന്താണ് ഓരോരോ ഓബ്ജക്റ്റുകളെ കുറിച്ച് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഭയം, അതേപോലെ പ്രേതത്തിനോടുള്ള ഭയം. പ്രേതം ഇല്ല എന്നൊക്കെ നമുക്ക് അറിയാം, എങ്കിലും കൂടിയും നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ കൂടുതലായിട്ട് എന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഉള്ളതായിട്ട് തന്നെയാണ് തോന്നുക. സംടൈം ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻഡയറക്ട്ലി. ചില സമയത്ത് ഭയം എന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. by creating belief in sometime comforting such as the elixir of life or heaven or ourselves and hell for our enemies. അപ്പൊ എന്താണ് ഓരോരോ വിശ്വാസങ്ങൾ, അതായത് സ്വർഗവും നരകവും ഒക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇമാജിനേഷൻ അനുസരിച്ചാണുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഓർത്ത് നമ്മൾ എന്താണ്, നമ്മൾ വരാനിരിക്കുന്ന ആ കാലങ്ങളെ കുറിച്ച് ഓർത്ത് ഇപ്പൊ തന്നെ എന്താണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഓരോ മനുഷ്യരും. ഇപ്പോൾ ഉള്ള ജീവിതത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാതെ ഇനി നാളെ എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് എന്ന് ആലോചിച്ച് ആകുലപ്പെടുന്ന മനുഷ്യരാണ് നമ്മൾ എന്ന് അദ്ദേഹം പറയുന്നു. Fear has many forms: fear of death, fear of dark, fear of the unknown, fear of the herd, and that vague generalized fear that comes to those who conceal from themselves their more specific terrors. ഫിയർ എന്ന് പറയുന്ന ഭയം നമ്മളെ പല രീതിയിലാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. എങ്ങനെയാണ്? ഒരു മരണത്തോടുള്ള ഭയം, അതേപോലെ തന്നെ ഒരു ഇരുട്ട് കാണുമ്പോൾ ഉള്ള ഭയം, പിന്നെ നമുക്ക് അറിയാത്ത ഒരു വസ്തുവിന് അല്ലെങ്കിൽ അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അന്നേരം നമുക്ക് തോന്നുന്ന ഭയം, പിന്നെന്താണ് ഒരു വലിയൊരു ജനക്കൂട്ടം, ഒരു കൂട്ടം കാണുമ്പോൾ ഉള്ള ആ ഒരു ഭയം. അങ്ങനെ ഒരുപാട് ഭയങ്ങൾ നമ്മളെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. Until you have admitted your own fears to yourself and have guarded yourself by the difficult effort of will against their myth making power. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഓരോ ഭയങ്ങൾ എന്താണ് ഓരോരോ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ചിന്തകളാണ്. കാരണം ഓരോരോ കഥകൾ നമ്മൾ കേട്ടറിഞ്ഞ ഓരോ കഥകളിൽ നിന്നും
ഉള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഭയം എന്നാണ് അദ്ദേഹം പറയുന്നത്. Especially those with which religious beliefs are concerned, fear is the main source of superstition and one of the main source of cruelty. To conqueror, fear is the beginning of wisdom in the pursuit of truth as in the endeavor after a worthy manner of life. അപ്പൊ ഇവിടെ എന്താണ് ഫിയർ എന്ന് പറയുന്നത് സൂപ്പർസ്റ്റിഷ്യന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണെന്ന് പറയുന്നത്. അന്ധവിശ്വാസത്തിലേക്കുള്ള ഒരു നടപ്പാതയാണ് ഏത് ഫിയർ എന്ന് ഇവിടെ അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ക്രൂവൽറ്റി, ഒരു ക്രൂരതയുടെ ഒരു മുഖം കൂടിയാണ് ഈ ഫിയറിനുള്ളതെന്ന് പറയുന്നു. ദ കോൺക്വറർ ഫിയർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം ഇൻ ദ പർസ്യൂട്ട് ഓഫ് ട്രൂത്ത് ആസ് ദ എൻഡേവർ ആഫ്റ്റർ എ വർത്തി മാനർ ഓഫ് ലൈഫ്. അതായത് നമ്മുടെ ജീവിതത്തില് ഫിയറിന് എന്താണ്, നമ്മുടെ ആ ബുദ്ധിയെ പോലും ഇല്ലാതെയാക്കാനുള്ള, നമ്മുടെ ആ ഒരു വിസ്ഡത്തെ പോലും, നമ്മുടെ അറിവിനെ പോലും ഇല്ലാതാക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. There are two ways of avoiding fear. One is by persuading ourselves that we are immune from disaster and the other is by the practice of sheer courage. അപ്പൊ എന്താണ്, രണ്ട് വേസ് ആണ് ഫിയറിനെ ഇല്ലാതാക്കാൻ വേണ്ടി, രണ്ട് വേസ് ആണ് പറയുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ചാല് ഓരോരോ അപകടങ്ങളിൽ നിന്നും നമ്മൾ സുരക്ഷിതരാണെന്നുള്ള ഒരു ബോധം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ആ ഒരു കാര്യത്തില് എന്താണ് കുറച്ച് ധൈര്യം സംഭരിക്കുക. അത് അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരു ധൈര്യം ഉണ്ടാവുക. നമുക്കൊരു മനോധൈര്യം നമ്മൾ നേടിയെടുത്താൽ നമുക്ക് ആ ഭയത്തെയൊക്കെ ഒഴിവാക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. The latter is difficult and to everybody become impossible at a certain point. The former has therefore always been more popular. Primitive magic has the purpose of securing safety either by injuring enemies or by protecting oneself by talisman spells or incantations. അപ്പൊ എന്താണ്, ആദ്യം പറഞ്ഞ കാര്യം നമ്മൾക്ക് അത്ര ബുദ്ധിമുട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ എല്ലാത്തിൽ നിന്നും സുരക്ഷിതരാണ്. കാരണം നമ്മളെ സുരക്ഷിതരായി വെക്കാൻ വേണ്ടി നമുക്ക് ആരോ നമ്മളെ സുരക്ഷിതരായി ഇരിക്കാൻ വേണ്ടി നമ്മളെ സംരക്ഷിക്കാനായിട്ട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ എന്താണ്, നമ്മുടെ ഭയം ഇല്ലാതെയാകുന്നു. അത് എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ഒരു ധൈര്യം സംഭവിക്കാം, ഒരു മനോധൈര്യം സംഭരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. Without any essential change, belief in such ways of avoiding danger survived throughout the many centuries of Babylonian civilization, spread from Babylon throughout the empire of Alexander and acquired by the Romans in the course of their absorption of Hellenistic culture. അപ്പൊ ഇതിലെന്താണ് പറയുന്നത് വെച്ചാൽ നമുക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. നമുക്ക് പണ്ട് മുതലേ തന്നെ ഓരോരുത്തരുടെ ട്രഡീഷണലായിട്ട് ലഭിച്ച ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അപ്പൊ ഈ വിശ്വാസങ്ങളെയൊക്കെ എന്താണ്, വിശ്വാസങ്ങളെയൊക്കെ നല്ല രീതിയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും നേരിടേണ്ടി വരികയില്ല. ഇവിടെ ബാബിലോണിയൻ സിവിലൈസേഷന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ബാബിലോണിയൻസ് എന്താണ്, ആ ഒരു സിവിലൈസേഷൻ സ്പ്രെഡ് ചെയ്തു. അവരുടെ ആ ഒരു വിശ്വാസപ്രകാരം ആ ഒരു ആചാരങ്ങളൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ടു പോന്നു. അതേപോലെ തന്നെ അലക്സാണ്ടർ, റോമൻസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ നാട്ടില് ഓരോരോ രാജാക്കന്മാർ വരുമ്പോഴും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും അവരുടേതായിട്ടുള്ള കൾച്ചറുകളും ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതേപോലെ തന്നെ ഓരോരോ മതങ്ങൾ, ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അങ്ങനെ ഓരോരോ മതങ്ങൾ അവരുടെ ആചാരങ്ങളും കുറെ അന്ധവിശ്വാസങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പൊ ആ ഒരു വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ആ ഒരു കൾച്ചറിലും ഒക്കെ അധിഷ്ഠിതമാണ് ഓരോരോ മനുഷ്യന്റെയും ജീവിതം. അപ്പൊ ആ ഒരു വിശ്വാസപ്രകാരമുള്ള ആ ആചാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയിരിക്കുകയാണ് ഓരോ മനുഷ്യരും. പക്ഷെ അതിൽ നിന്നും ഒക്കെ എന്താണ്, നമുക്ക്
ആ വിശ്വാസങ്ങളുടെ ആചാരങ്ങളെ അത് ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും, ആ ഒരു ഭയം ഓരോ മനുഷ്യനെയും പിടികൂടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി magic, however, was a crude way of avoiding terrors and moreover not a very effective way, for which the magicians might always prove stronger than good ones. അപ്പൊ എന്താണ് ഇവിടെ മാജിക്കിന്റെ കാര്യം പറയുന്നു. മാജിക് എന്താണ്, ഒരുപാട് എന്താണ് ടെററിന്, നമ്മുടെ ഭയത്തെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രൂഡ് ആയിട്ടുള്ള ഒരു വേ ആണെന്നാണ് പറയുന്നത്. അത് പക്ഷെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വഴിയല്ല എന്നും പറയുന്നുണ്ട്. ഫോർ അപ്പോൾ ഓരോ മജീഷ്യനും എന്താ ചെയ്യുന്നത്, പിന്നെ എന്താണ് ഓരോരോ കാര്യങ്ങളെ കുറിച്ച് സത്യസന്ധമല്ലാത്ത ഓരോരോ മാജിക്കുകൾ കാണിക്കുക. ആ ഒരു മാജിക്കിലൂടെ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരുടെ ഒരു വിശ്വാസം നേടിയെടുക്കുക. അതേപോലെ തന്നെ എന്താണ് നമുക്ക് അതിനോടുള്ള ഒരു ഭയം ഇല്ലാതെയാകുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. The 15th, 16th and 17th centuries dread of witches and sorcerers lead to the burning of hundreds of thousands convicted of the crimes. അതായത് 15, 16, 17 നൂറ്റാണ്ടുകളിലൊക്കെ എന്താണ് ഈ അന്ധവിശ്വാസങ്ങളുടെ അതേപോലെ തന്നെ ഈ മാജിക്കുകളുടെ ഒക്കെ രൂപത്തിൽ എന്താണ് ഒരുപാട് പിന്നെ തീ കത്തിച്ചു കൊല്ലുക, അതേപോലെ തന്നെ എന്താണ് പിന്നെ ബലി കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഒരു വിശ്വാസങ്ങളുടെ പുറത്ത് സംഭവിക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ, ഒരുപാട് ആൾക്കാരെ ഇതിനു വേണ്ടിയിട്ട് കൊന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് ക്രൈമുകൾ ആ ഒരു സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. But newer belief, particularly as to the future life, sought more effective way of combating fear. Socrates, on the day of his death, if Plato is to be believed, expressed a conviction that in the next world he would live in the company of the gods and heroes and surrounded by just spirit who would never object of his endless argumentation. അപ്പോൾ ഇവിടെ സോക്രട്ടീസ് ഒരു കാര്യം പറയുന്നുണ്ട്, പ്ലാറ്റോയുടെ കാര്യമാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഇനി വരാനുള്ള ആ ഒരു കാലത്ത് അദ്ദേഹം ആരുടെ കൂടിയൊക്കെയാണ്, പിന്നെ ദൈവങ്ങളുടെയും അതേപോലെ തന്നെ ഒരുപാട് നായകന്മാരും ഒക്കെ ഉള്ള ഒരുപാട് ആത്മാക്കളെ കൊണ്ട് ചുറ്റി വളഞ്ഞ ഒരു സ്ഥലത്താണ് അദ്ദേഹം ജീവിക്കുന്നത് എന്ന് പറയുന്നു. Plato in his Republic laid it down that cheerful view of the next world must be enforced by the state, not because they were true, but to make soldiers more willing to die in battle. അപ്പോൾ ഇവിടെ പ്ലാറ്റോ പറയുന്നത് എന്താണ്, ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യരുടെ മറ്റ് ജനങ്ങളുടെ ഭയത്തെ ഒഴിവാക്കാനായിട്ടുള്ള നടപടികളൊക്കെ എടുക്കണം, അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ആശയങ്ങളൊക്കെ കൊടുക്കണം, അവരുടെ ഭയത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ കൊടുക്കുക, അതേപോലെ തന്നെ അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കുക, അതിനുവേണ്ടി എന്തൊക്കെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ സോൾജേഴ്സ് എന്താണ്, അവര് വളരെ ധൈര്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് പക്ഷെ അവര് മരിക്കുന്നുണ്ട്. പക്ഷെ കാരണം എന്തുകൊണ്ടാണ്, അവര് വേണമെന്ന് വെച്ച് സ്വയം മരിക്കുന്നതല്ല, അതായത് നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവര് വീരമൃത്യു വരിക്കുകയാണ് ചെയ്യുന്നത്. He would have none of the traditional myth about hates because they represented the spirit of the dead as unhappy. അപ്പോൾ he would have, അപ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് പാരമ്പര്യമായിട്ട് ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, നമുക്ക് ആ ഒരു വിശ്വാസങ്ങളുടെ ആചാരങ്ങളുടെ ഒക്കെ പുറകെ പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരിക്കലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയില്ല. കാരണം അതിൽ ഒരുപാട് ക്രൂവൽറ്റികൾ അടങ്ങിയ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ ഒന്നും പോകാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്വയമായിട്ടുള്ള ഒരു ആശയം, അതായത് ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും അതിനെ വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ആ കാര്യത്തിലേക്ക് പൂർണ്ണമായിട്ട് കടക്കുക, അല്ലെ ആ കാര്യത്തെക്കുറിച്ച് ഒരാളോട് പറയുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമ്മുടെ ജീവിതം ഹാപ്പി ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, താങ്ക് യു.